മക്കളെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അപ്രീസിയേഷൻ എഴുതേണ്ട എങ്ങനെയാന്നൊക്കെ നമ്മൾ ഉറപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? എക്സാമിന് പോയിട്ട് അതൊന്ന് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഇതിൽ എന്താണ്? ഇതിലെ അപ്രീസിയേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഇനി മിസ് വേറൊരു സാധനം കാണിച്ചിട്ട് ഒരു അടിപൊളി എന്നൊന്നും ഞാൻ പറയുന്നില്ല. അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്നെ കൊല്ലും. വേറൊരു ഹൊറർ സാധനം കാണിച്ചിട്ട്. ഹൊറർ അല്ലടാ, എന്നാലും ഒരു ഹൊറർ സാധനം കാണിച്ചിട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? എന്താണ് പറ്റുമോ? ഒരു 5 മിനിറ്റ് അല്ല, 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു സെക്കൻഡ് ഒന്ന് ഗസ് ചെയ്തോക്കെ. എന്തായിരിക്കും? കാണിക്കട്ടെ, ഞാൻ തന്നെ പറയാം, ഞാൻ തന്നെ കാണിക്കട്ടെ. കാണിക്കാൻ പോവാണേ. 3, 2, 1 കാണിക്കാൻ പോവാണേ. എങ്ങനെയുണ്ട്? യെസ്, എല്ലാവർക്കും പേടിയുള്ള, എല്ലാവരും പ്രാഗി ഒരു വഴിക്കാക്കി വെച്ച നമ്മുടെ എന്താണ്? നമ്മുടെ ഗ്രാമർ അല്ലേടാ, നമ്മുടെ ഗ്രാമർ. ഗ്രാമർ എന്ന് തന്നെ കേൾക്കുമ്പോഴേക്ക് പലരുടെ മുഖം ഇതായിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ഗ്രാമർ സിമ്പിൾ ആടാ. ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ അടിക്കും അല്ലേ? പക്ഷെ ഗ്രാമറിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ഗ്രാമറിനെ കേൾക്കുമ്പോൾ തന്നെയുള്ള ആ ഒരു ചടപ്പും പേടിയിലും കൂടെ ഇരുന്നാൽ നമ്മുടെ തലയിലേക്ക് എന്ത് ചെയ്യില്ല? കേറത്തില്ല. അപ്പൊ എന്റെ മക്കൾ നല്ല ഉഷാറായിട്ട് ഇരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാമർ പൊളിച്ചടുക്കിയിട്ട് എന്ത് ചെയ്യാം? കയ്യിലങ്ങ് എടുക്കാം. അപ്പൊ മക്കൾക്കറിയാം 24 മാർക്കിന് ചിലപ്പോൾ എന്ത് വരാം? 24 മാർക്കിന് ഗ്രാമർ വരാം അല്ലേ? അതിൽ നമുക്ക് ഷുവർ ആയിട്ടും വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കൊരു 95% ഉറപ്പുള്ള, ചിലത് 95 അല്ല കേട്ടോ, ചിലത് 100% ഞാൻ ഉറപ്പ് വരും എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ? ഗ്രാമറിനെ ഒരിക്കലും എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ടാവത്തില്ല എന്ന മൈൻഡ് സെറ്റിലോടെ ഇരുന്ന് എൻ്റെ മക്കൾ എന്ത് ചെയ്യരുത്? പഠിക്കരുത്. ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതാണടാ, സിമ്പിൾ ആണ്, നമുക്കൊന്ന് നോക്കാം പറ്റുമോ എന്നുള്ളത്. നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ്, ഇത് സിമ്പിൾ ആണെന്ന്. അപ്പൊ ഗ്രാമറിൽ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് എന്താണെന്ന് നോക്കിയാലോ? യെസ്, എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് ആണ്. എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ്. എല്ലാവരും കേട്ട് പഴകിയ സാധനമാണ് ക്വസ്റ്റ്യൻ ടാഗ്. എങ്കിലും പലരും എക്സാമിനെ തെറ്റുകയും പലർക്കും എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യമാണ് അല്ലേ? എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളത്? അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളത്? യെസ്, ക്വസ്റ്റ്യൻ ടാഗ് വളരെ 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 സിമ്പിൾ ആണ് മക്കളെ. ഇനി ക്വസ്റ്റ്യൻ ടാഗ്, നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിലെ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുക? സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ ഓരോ റൂളുകളായിട്ട് പഠിക്കാം അല്ലെ? ഓരോ റൂളുകളായിട്ട് പഠിച്ചാൽ എന്ത് ചെയ്യും? സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ മക്കളെ, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് മനസ്സിലാക്കുക എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്കില്ലേ? ഇപ്പൊ മിസ് ക്ലിയർ ചെയ്തുതരാം. എങ്ങനെയാണ് മനസ്സിലാക്കുക? ഒരു സെന്റൻസ് പകുതിയിൽ വെച്ച് നിന്ന് അവിടെ കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാൽ എന്ത് ചെയ്യുക? മക്കൾ അത് ഉറപ്പിച്ചോളൂ, അത് എന്താണ്? അത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഈ ട്രിക്ക് മറന്നു പോരുത്. ഒരു സെന്റൻസ് ഇത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം. ഒരു സെന്റൻസ് പകുതിയിൽ വെച്ച് നിന്ന് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാലോ അത് ഉറപ്പിച്ചോളൂ, അത് എന്താണ്? അത് ക്വസ്റ്റ്യൻ ടാഗ് ആണ് എന്നുള്ളത് ഉറപ്പിച്ചോളാം. അപ്പൊ നോക്കി, റൂൾ നമ്പർ 1 എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിലെ ആദ്യത്തെ റൂള് നമുക്ക് ഓരോ റൂളായിട്ട് പഠിച്ചാൽ എന്ത് ചെയ്യാ? സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നോക്കി, എന്താണ് റൂൾ നമ്പർ 1? യെസ്, റൂൾ നമ്പർ 1 എന്താ? ഇഫ് ദ സെന്റൻസ് ഈസ് പോസിറ്റീവ് ടാഗ് വിൽ ബി നെഗറ്റീവ്. എന്താണ് റൂൾ നമ്പർ 1? സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കും? ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഓർത്ത് വെക്കണേ, സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കും? ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സെന്റൻസ് പോസിറ്റീവായി വരുമ്പോ ടാഗ് എന്താവും? ടാഗ് നെഗറ്റീവ് ആയിട്ട് വരും. അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് നോക്കിയേക്കോ. ഇവിടെ നോക്കി, ഇവിടെ മിസ് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? they have worked hard. they have worked hard. നമ്മുടെ കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടില്ലേ? they have worked hard, comma dash question mark. അപ്പോൾ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? മക്കൾ പറഞ്ഞേ, സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പറഞ്ഞേ. യെസ്, യു ആർ റൈറ്റ്. സെന്റൻസ് എന്താണ്? സെന്റൻസ് പോസിറ്റീവ് ആണ്. കാരണം എന്താണ്? ഇവിടെ നോയോ നോട്ടോ എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. സെന്റൻസിൽ നോയോ നോട്ടോ വന്നു കഴിഞ്ഞാൽ സെന്റൻസ് എന്തായിരിക്കും? സെന്റൻസ് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ സെന്റൻസ് പോസിറ്റീവ് ആണല്ലോ. സെന്റൻസ് നെഗറ്റീവ് ആകുമ്പോൾ എന്തൊക്കെ പ്രശ്നം വരുന്നുള്ളത് നമുക്ക് അടുത്ത് നോക്കാം. ഇപ്പൊ നോക്കിയേ, ഇവിടെ സെന്റൻസ് എന്താണ്? ഇവിടെ സെന്റൻസ് പോസിറ്റീവ് ആണ്. കാരണം സെന്റൻസിൽ എന്തില്ല? നോ ഇല്ല, നോട്ട് ഇല്ല, അങ്ങനെയുള്ള വേർഡുകൾ ഒന്നുമില്ല. അതുകൊണ്ട് സെന്റൻസ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ടാഗ് എന്തായിരിക്കണം? നമ്മുടെ ടാഗ് എന്തായിരിക്കണം മക്കളെ? നമ്മുടെ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. നമ്മുടെ ടാഗ് എന്തായിരിക്കണം?
നമ്മളുടെ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. എങ്ങനെയാണ് ടാഗ് ഉണ്ടാക്കുക? സിമ്പിൾ ആണെടാ, വളരെ സിമ്പിൾ ആണ്. എങ്ങനെയാണ് ടാഗ് ഉണ്ടാക്കുക? ആദ്യം നമ്മൾ എന്ത് നോക്കണം? സെന്റൻസിലെ ഓക്സിലറി വേർബ് ഏതാണെന്ന് നോക്കണം. അപ്പൊ എന്താണ് മിസ് ഓക്സിലറി വേർബ്? അത് ചോദിക്കരുത്. എന്താണ്? 24 ഓക്സിലറി വേർബ് ഉണ്ടല്ലേ നമുക്ക്. ആം, ഈസ്, ആർ, വാസ്, വേർ എന്നെല്ലാം പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ഓർത്തെടുത്തോളണം. അപ്പൊ നോക്കുക, സെന്റൻസിലെ ഈ തന്നിട്ടുള്ള സെന്റൻസിലെ ഓക്സിലറി വേർബ് ഏതാണ് എന്ന് എടുത്ത് നോക്കുക. ഏതാണ് ഇവിടുത്തെ ഓക്സിലറി വേർബ്? ദേ ആണോ? അല്ലല്ലേ. ഹാവ് ആണോ? ഹാവ് ആണോ? യെസ്, ഹാവ് ആണ് എന്ത് ഇവിടുത്തെ ഓക്സിലറി വേർബ്. ഏതാണ്? ഹാവ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ദേ ഹാവ് വർക്ക്ഡ് ഹാർഡ് എന്നല്ലേ. അപ്പൊ ഇവിടുത്തെ ഓക്സിലറി വേർബ് ഏതാണ്? ഹാവ് ആണ്. അത് എന്ത് ചെയ്യാ? അത് നമ്മൾ ഇവിടെ ഇങ്ങനെ എടുത്ത് എഴുതുക. ഹാവ് എഴുതിയില്ലേ? യെസ്. ഇനി നമുക്കിത് എന്ത് ചെയ്യണം? നമുക്കിത് എന്താക്കണം? നെഗറ്റീവ് ആക്കണ്ടേ? നെഗറ്റീവ് ആക്കണ്ടേ? അപ്പൊ എങ്ങനെയാ നെഗറ്റീവ് ആക്കുക? ഹാവിന്റെ കൂടെ എന്ത് ചേർത്ത് കൊടുക്കുക? ഹാവിന്റെ കൂടെ നോട്ട് ചേർത്ത് കൊടുത്ത ടാഗ് എന്തായി? നെഗറ്റീവായി. ഹാവിന്റെ കൂടെ നോട്ട് ചേർത്ത് കൊടുത്തു. അപ്പൊ നമ്മൾ ഹാവ് നോട്ട് ഒന്ന് എഴുതി വെക്കുവോ? ഇല്ലല്ലേ. നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഒന്ന് ചുരുക്കും. എങ്ങനെയാണ് എഴുതുക? ഹാവിൻഡ്. എങ്ങനെയാണ് എഴുതുക? ഹാവിൻഡ് എന്നാണ് എഴുതുക. ടാഗ് കഴിഞ്ഞോ? ഇല്ല അല്ലേ. അപ്പൊ നമ്മൾ ഇവിടം വരെ ചെയ്തു വെച്ചു. എന്ത്? ഹാവിൻഡ് വരെ നെഗറ്റീവ് ആക്കി. ഇനി ഇത് കംപ്ലീറ്റ് ആക്കണം. ഇതിന്റെ കൂടെ ആരും കൂടെ വേണം? യെസ്, ഇതിന്റെ കൂടെ സബ്ജക്റ്റ് കൂടെ വരണം. ആരും കൂടെ വരണം? സബ്ജക്റ്റ് കൂടെ വരണം. ഏതാടാ ഇതിലെ സബ്ജക്റ്റ്? ഏതാണ്? യെസ്, കറക്റ്റ് ആണ്. ഏതാണ്? ദേ ആണ് ഇതിലെ സബ്ജക്റ്റ്. ഏതാണ്? ദേ ആണ്. ഹാവിൻഡ് ദേ. മനസ്സിലായോ? ഹാവ് നോട്ട് എന്നുള്ളത് നമ്മൾ ചുരുക്കി എങ്ങനെയാണ് എഴുതുക? ഹാവിൻഡ് ദേ എന്നാണ് എഴുതുക. ടാഗ് റെഡി. സോ സിമ്പിൾ. ടാഗ് റെഡി ഇല്ലേ? സെന്റൻസിലെ ഓക്സിലറി വേർബ് നമ്മൾ എടുത്തെഴുതി. അതിനെ നമ്മൾ എന്ത് ചെയ്തു? നോട്ട് വെച്ച്, ഹാവ് നോട്ട് വെച്ച് ഹാവിൻഡ് എന്നുള്ളത് നെഗറ്റീവ് ആക്കി മാറ്റി. എന്നിട്ടോ അതിന്റെ കൂടെ എന്ത് ചേർത്ത് വെച്ചു? ദേ കൂടെ ചേർത്ത് വെച്ചു. ഏത് കൂടെ ചേർത്ത് വെച്ചു? ദേ കൂടെ ചേർത്ത് വെച്ചു. എക്സാമിന് നിങ്ങൾ ഏതാണ് എഴുതുക? ഇങ്ങനെ വരുമ്പോൾ ഏതാണ് ഇട വരിക? ഏതാണ് എഴുതുക? ഹാവിൻഡ് ദേ എന്നാണ് എഴുതേണ്ടത്. ഏതാണ് എഴുതേണ്ടത്? ഹാവിൻഡ് ദേ എന്നാണ് എഴുതേണ്ടത്. ആദ്യം എന്ത് ചെയ്യണം? സെന്റൻസിൽ ഓക്സിലറി വേർബ് എടുത്ത് എഴുതണം. അതിനെ നോട്ട് വെച്ച് നെഗറ്റീവ് ആക്കുക. അപ്പം നമ്മൾ ഒരിക്കലും നോട്ട് ഫുൾ ആയിട്ട് എഴുതില്ല. ഷോർട്ട് ആക്കിയിട്ട് ഹാവിൻഡ് അല്ലെങ്കിൽ ഇഞ്ച് എന്നുള്ളതാണ് എഴുതുക. അപ്പൊ ഹാവിൻഡ് എന്നാക്കി. പിന്നെ സെന്റൻസിൽ എന്ത് ചെയ്യാം? പിന്നെ സെന്റൻസിലെ സബ്ജക്റ്റ് എടുത്ത് എഴുതിയാൽ ടാഗ് എന്തായി? ടാഗ് റെഡിയായി. അപ്പൊ മക്കളെ ടാഗ് എഴുതുമ്പോൾ മക്കളോട് ഒരിക്കലും ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറന്നു പോവരുത്. ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ വേണ്ടി മറന്ന് പോവരുത്. അപ്പൊ മനസ്സിലായോ? അപ്പൊ അടുത്ത് നോക്കിയേ. There are 2 students sitting in the last row. എന്താണ്? There are 2 students sitting in the last row. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പറഞ്ഞേ. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പറയടാ. യെസ്, കറക്റ്റ് ആണ്. സെന്റൻസ് എന്താണ്? സെന്റൻസ് പോസിറ്റീവ് ആണ്. കാരണം ഇതിലും എന്ത് വന്നിട്ടില്ല? നോയോ നോട്ടോ വന്നിട്ടില്ല. ഇല്ലല്ലോ. അപ്പൊ സെന്റൻസ് എന്താണ്? സെന്റൻസ് പോസിറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ ടാഗ് എന്തായിരിക്കും? സെന്റൻസ് പോസിറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ടാഗ് എപ്പോഴും എന്തായിരിക്കടാ? യെസ്, ടാഗ് എപ്പോഴും നെഗറ്റീവ് കൊണ്ടാണ് വരിക അല്ലെ. യെസ്, അപ്പൊ ടാഗ് എന്തായിരിക്കണം? ടാഗ് നെഗറ്റീവ് ആക്കണം അല്ലേ? ആക്കണ്ടേ മക്കളെ? അപ്പൊ നോക്കിയടാ, ഇതില് ഓക്സിലറി വേർബ് ഏതാണ്? ഏതാണ് ഇതിലെ ഓക്സിലറി വേർബ്? പറഞ്ഞേ. യെസ്, ആറാണ് മിസ്സേ. കറക്റ്റ് ആണ്. ആറാണ് എന്ത്? ഓക്സിലറി വേർബ് ആണല്ലോ. അപ്പൊ ആറിനെ നമ്മൾ എങ്ങനെ നെഗറ്റീവ് ആക്കും? ആറിന്റെ കൂടെ എന്ത് ചേർത്ത് കൊടുക്കും? നോട്ട് ചേർത്ത് കൊടുക്കും. അപ്പൊ എന്താവും? ആറിന്റെ എന്നാവും. എന്താവും? ആറിന്റെ എന്നാവും. ഇപ്പൊ ഇനി ഇതിന്റെ കൂടെ എന്ത് ചേർക്കണം? സബ്ജക്റ്റ് ചേർക്കണ്ടേ? സബ്ജക്റ്റ് ചേർക്കണ്ടേ? അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? സ്റ്റുഡൻസ് ആണ്. അപ്പൊ ആറിന്റെ സ്റ്റുഡൻസ് നമ്മൾ പറയോ? ഇല്ല. അപ്പൊ നമ്മൾ സ്റ്റുഡൻസിന് പകരം നമ്മൾ എന്ത് പ്രൊനൗൺ ആഡ് ചെയ്യും? എന്താവും? ആറിന്റെ ദേ എന്നാകും. എന്താകും? ആറിന്റെ ദേ എന്നാവും. ക്ലിയർ ആണോ? യെസ്. അടുത്ത നോക്കിയടാ. ഐ ആം ഇൻവൈറ്റഡ് ടു ദി പാർട്ടി. ഐ ആം ഇൻവൈറ്റഡ് ടു ദി പാർട്ടി. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എന്താണടാ? സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പറഞ്ഞേ. യെസ്, സെന്റൻസ് എന്താണ്? സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം അല്ലെ. അപ്പൊ നോക്കിയേ, ഇവിടുത്തെ ഓക്സിലറി വേർബ് ആരാ? യെസ്, ആരാണ്? ആം ആണ് മിസ്സേ. കറക്റ്റ് ആണ്. ആരാണ് ഓക്സിലറി വേർബ്? ആം ആണ് ഇവിടുത്തെ എന്ത്? ഓക്സിലറി വേർബ്. അപ്പൊ എന്താണ് എഴുതുക? നമ്മള് സാധാരണയായിട്ട് എന്താണ് എഴുതുക? ആം ഒന്ന് എഴുതി വെക്കും. എന്നിട്ട് മിസ് പറഞ്ഞ പോലെ എന്താക്കാൻ പറഞ്ഞിട്ടുണ്ട്? നെഗറ്റീവ് ആക്കണം. അപ്പൊ അതിന്റെ കൂടെ എന്ത് ചേർത്ത് കൊടുക്കും? ആം നോട്ടിന് ആമിന്റെ എഴുതും. എന്നിട്ട് ഇതിലെ സബ്ജക്റ്റ് ആരാണ്? ഇല്ല, സബ്ജക്റ്റ് ആരാണ്?
ഐ ആണ് അല്ലെ. ആമിന്റെ ഐ എന്ന് എഴുതി വെക്കും. എന്ത് എഴുതി വെക്കും? ആമിന്റെ ഐ എന്ന് എഴുതി വെക്കും. ടാഗ് റെഡി ആയി മിസ്സേ. ടാഗ് റെഡി ആയോ? നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരമാണ് ടാഗ് റെഡി. പക്ഷെങ്കില് ഇവിടെ ശ്രദ്ധിക്കണടാ, ഇവിടെ ടാഗ് ഇതെന്താണ്? ഇത് തെറ്റാണ്. ആമിന്റെ ഐ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യില്ല? ഉപയോഗിക്കില്ല. ഇതെന്താണ്? തെറ്റാണ്. ഓക്സിലറി വേർബ് ആം ആയിട്ട് വരുമ്പോൾ, ഓക്സിലറി വേർബ് ആം ആയിട്ട് വരുമ്പോൾ ടാഗിൽ എന്താണ് വരിക? ആറാണ് വരിക. അതായത് ഇവിടെ നമ്മൾ ആമിന്റെ ഐ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യില്ല? ഉപയോഗിക്കില്ല. അതിന് പകരം ആറിഞ്ച് എന്നാണ് ഉപയോഗിക്കുക. മറന്നു പോകരുത്. ആമിന്റെ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യില്ല? ആമിന്റെ എന്നുള്ളത് നമ്മള് ഉപയോഗിക്കില്ല. അതിന് പകരം എന്താണ് ഉപയോഗിക്കുക? 6 ഇഞ്ച് എന്നാണ് ഉപയോഗിക്കുക. ആം ഐ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കും. ഇതെന്താണ് മിസ്? അങ്ങനെയാണടാ. ആം ഐ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കും. പക്ഷെങ്കിൽ ആമിന്റ് എന്ന് നമ്മൾ ഉപയോഗിക്കില്ല. ആമിന്റ് എന്ന് വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചേർക്കുക? 6 ഇഞ്ച് എന്നാണ് ചേർക്കുക. യെസ്. അപ്പൊ ഇവിടെ എന്താണ് വരിക? 6 ഇഞ്ച് എന്നാണ് വരിക. എന്താണ് വരിക? 6 ഇഞ്ച് എന്നാണ് വരിക. ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? ഇവിടെ ഐ അല്ല മക്കളെ. ഇവിടെ എന്താണ് വരിക? 6 ഇഞ്ച് ഐ ആണ്. ദേ അല്ലേ? ദേ അല്ല വരിക. എന്താണ് വരിക? 6 ഇഞ്ച് ഐ. എന്താണ് വരിക? 6 ഇഞ്ച് ഐ എന്നാണ് വരിക. അടുത്ത് നോക്കിയേ. റഹീം ഈസ് ഇന്റലിജന്റ്. എന്താണ്? റഹീം ഈസ് ഇന്റലിജന്റ് ആണല്ലോ. സെന്റൻസ് പോസിറ്റീവ് ആണെന്ന് മക്കൾക്കറിയാം ആണല്ലോ. അപ്പൊ ഇതിലെ ഓക്സിലറി വെർബ് ഏതാ? ഏതാടാ? യെസ്. ഏതാണ് ഓക്സിലറി വെർബ്? യെസ്, ഈസ് ആണ്. എന്ത്? ഓക്സിലറി വെർബ്. ഏതാണ്? ഈസ് ആണ് ഓക്സിലറി വെർബ്. അപ്പൊ നമ്മൾ എന്ത് എടുത്ത് എഴുതി? ഈസ് എടുത്ത് എഴുതി. എന്നിട്ട് നമ്മൾ നോട്ട് വെച്ച് അതിന് നെഗറ്റീവായി ഈസ് ഇൻ ആക്കി. ഇവിടെ ഈസ് ഇൻ റഹീം എന്ന് ചോദിക്കോ? ഇല്ല. ഈസ് ഇൻ റഹീമിന് പകരം നമ്മൾ എന്താണ് ചോദിക്കുക? എടാ ഇവിടെ റഹീമിന്, റഹീം ഷീ അല്ല കേട്ടോ. റഹീം എന്താണ്? റഹീം ഹി ആണേ. അപ്പൊ ഇവിടെ റഹീം എന്നുള്ളത് നമ്മൾ എന്താവും? ഹി ആവും. പേര് വരുമ്പോ ഇപ്പൊ റഹീം, അനഘ, അങ്ങനെയുള്ള അനുശ്രീ, അങ്ങനെയുള്ള പേരുകളൊക്കെ വരുമ്പോ പ്രൊനൗൺ ആണ് ടാഗിൽ ഉപയോഗിക്കുക. ഒരിക്കലും എന്ത് ഉപയോഗിക്കാൻ പാടില്ല? പേര് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ നമ്മള് ഈസ് ഇൻ റഹീം എന്ന് ചോദിക്കാൻ പാടില്ല. എന്ത് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ? ഈസ് ഇൻ ഹി. എന്ത് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ? ഈസ് ഇൻ ഹി. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ റൂൾ നമ്പർ 1 ഒക്കെ മക്കൾക്ക് ക്ലിയർ ആണ് അല്ലെ? റൂൾ നമ്പർ 1 ക്ലിയർ ആണല്ലോ. ഒരു ഡൗട്ടും ഇല്ലല്ലോ? ഇല്ലല്ലോ. സെറ്റ് ആയിട്ട് പഠിച്ചില്ലേ? നമ്മള് പഠിച്ചില്ലേ? ഒരു ഡൗട്ടും ഇല്ലല്ലോ. സെന്റൻസ് എന്താണ് പറഞ്ഞത്? സെന്റൻസ് നല്ല പോസിറ്റീവ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ ടാഗ് എന്തുമായിട്ടാ വരിക? നമ്മുടെ ടാഗ് നെഗറ്റീവ് വേർഡ്സ് കൊണ്ടാണ് വരിക. അതൊരിക്കലും മറന്നു പോകരുത്. സെന്റൻസ് നല്ല പോസിറ്റീവ് ആയിട്ട് വരുമ്പോ ടാഗ് എങ്ങനെയാ വരിക? നെഗറ്റീവും കൊണ്ടാണ് ആര് വരിക? യെസ്, നെഗറ്റീവും കൊണ്ടാണ് നമ്മുടെ ടാഗ് വരിക. അതൊരിക്കലും റൂൾ നമ്പർ 1 എന്ത് ചെയ്യരുത്? മക്കളോട് മറന്നു പോവരുത്. ഇനി നോക്കിയേ. ഇനിയിപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, മിസ്സേ ഇനി സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ എന്താ ചെയ്യാ? വഴിയുണ്ട്, വഴിയുണ്ട് അവറാച്ചാ. നോക്കിയേ. റൂൾ നമ്പർ 2, സെന്റൻസ് നെഗറ്റീവ് ആകുന്ന സമയത്ത്, സെന്റൻസ് നെഗറ്റീവ് ആകുമ്പോൾ ടാഗ് വിൽ ബി പോസിറ്റീവ്. ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി സെന്റൻസ് നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ നമ്മളെ ടാഗ് എന്ത് ചെയ്യും? നമ്മളെ ടാഗ് പോസിറ്റീവ് ആയിട്ട് വരും. യെസ്, സെന്റൻസ് ഇഫ് ദ സെന്റൻസ് ഈസ് നെഗറ്റീവ് ടാഗ് വിൽ ബി പോസിറ്റീവ്. സെന്റൻസ് നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ ടാഗ് എന്തായിരിക്കും? ടാഗ് പോസിറ്റീവ് ആയിരിക്കും. നോക്കിയേ. യു ഡോണ്ട് ലൈക്ക് കോഫി. എന്താണ്? യു ഡോണ്ട് ലൈക്ക് കോഫി. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? മക്കള് പറഞ്ഞേ. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് പറഞ്ഞേ. എന്ത് സംശയം മിസ്സേ? സെന്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ്. സെന്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ? അപ്പൊ ടാഗ് എന്തായിരിക്കണം? ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ടാഗ് എന്തായിരിക്കണം? ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. നോക്കിയേ. യു ഡോണ്ട് ലൈക്ക് കോഫി. എന്താണ്? യു ഡോണ്ട് ലൈക്ക് കോഫി അല്ലേ? നമ്മൾ നേരത്തെ ചെയ്ത അതേ ഫോർമാറ്റ്. പക്ഷെ എന്ത് ചെയ്യണ്ട? ടാഗിനെ നെഗറ്റീവ് ആക്കേണ്ട. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഏതാണ് മക്കളെ? പറഞ്ഞേ. ഏതാണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്? യെസ്, കറക്റ്റ് ആണ്. ഏതാണ്? ഡു ആണ് ഇവിടുത്തെ എന്ത്? ഓക്സിലറി വെർബ്. ഏതാണ്? ഡു ആണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്. അത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാ? എടുത്തെഴുതുക. ഡു. ഡു ആണ് ഓക്സിലറി വെർബ്. ഇനി ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാ? യു. ഏതാണ്? യു. അപ്പൊ എന്താവും ടാഗ്? ഡു യു. ഇത്ര സിമ്പിൾ ആണ്. മനസ്സിലായില്ലേ? ഡു യു. ഓക്സിലറി വെർബ് എടുത്തെഴുതുക. പിന്നെ എന്ത് എടുത്തെഴുതുക? സബ്ജക്റ്റ് എടുത്തെഴുതുക. അപ്പൊ എന്തായി? ഡു യു എന്നായി. സോ സിമ്പിൾ അല്ലടാ? സിമ്പിൾ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നിങ്ങളൊന്ന് ചെയ്തേ. ഷീ ഈസ് നോട്ട് കമ്മിങ്. ഷീ ഈസ് നോട്ട് കമ്മിങ്. എല്ലാരും ചെയ്യേണ്ട തിരക്കിലാണോ? യെസ്. നോക്കിയേ. ഷീ ഈസ് നോട്ട് കമ്മിങ്. എന്താണ്? ഷീ ഈസ്
നോട്ട് കമ്മിങ്. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പറഞ്ഞേ. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പറഞ്ഞേ. യെസ്, സെന്റൻസ് എന്താണ്? സെന്റൻസ് നെഗറ്റീവ് ആണ്. സെന്റൻസ് എന്താണ്? സെന്റൻസ് നെഗറ്റീവ് ആണ്. അപ്പൊ ടാഗ് എന്തായിരിക്കും? ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ നോക്കണ്ടേ, ഇത് തെറ്റാണ്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. സെന്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ ടാഗ് എന്തായിട്ട് വരണം? ടാഗ് ഇവിടെ പോസിറ്റീവ് ആയിട്ട് വരണം. ടാഗ് എന്താണ്? പോസിറ്റീവ് ആയിട്ട് വരണം. അപ്പൊ ഈസ് ഇൻ ഷീ എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? എന്താണെടാ ഈസ് ഇൻ ഷീ എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? തെറ്റാണോ? യെസ്, എന്താണ്? തെറ്റാണ്. ടാഗ് എന്തായിട്ടാ വരേണ്ടത്? ടാഗ് പോസിറ്റീവ് ആയിട്ടല്ലേ വരേണ്ടത് അല്ലേ? അപ്പൊ ഇവിടുത്തെ ഓക്സിലറി വെർബ് ഏതാ? യെസ്, കറക്റ്റ് ആണ്. ഏതാണ്? ഈസ് ആണ് ഇവിടുത്തെ എന്ത്? ഓക്സിലറി വെർബ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാടാ? യെസ്, കറക്റ്റ് ആണ്. ഏതാണ്? ഷീ ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? ഷീ ആണ്. അപ്പൊ എന്ത് വരും? ഈസ് ഷീ. എന്ത് വരും? ഈസ് ഷീ എന്ന് വരും. അപ്പൊ നമ്മൾ ടാഗ് റെഡി ആയില്ലേ? ഓക്സിലറി വെർബ് എടുത്ത് എഴുതി, സബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്തു? സബ്ജക്റ്റ് നമ്മൾ എടുത്ത് എഴുതി. അപ്പൊ എന്ത് വന്നു? ഈസ് ഷീ എന്നായി. കറക്റ്റ് ആണോ? യെസ്, കറക്റ്റ് ആണ് അല്ലെ? ഇനി നോക്കിയേ, ഹി ഷുഡിൻ ബി ലേറ്റ്. എന്താ? ഹി ഷുഡിൻ ബി ലേറ്റ്. സെന്റൻസ് എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എന്ത് ചോദ്യം? സെന്റൻസ് എന്താണ്? സെന്റൻസ് നെഗറ്റീവ് ആണ്. അപ്പൊ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഓക്സിലറി വെർബ് ഏതാടാ? പറഞ്ഞേ എല്ലാരും ഒന്ന് പറഞ്ഞേ. ഏതാണ്? കുറച്ചും കൂടി ഉറക്കെ പറഞ്ഞേ. യെസ്, ഏതാണ്? കറക്റ്റ് ആണ്. ഷുഡ് ആണ് ഇവിടുത്തെ എന്ത്? ഓക്സിലറി വെർബ്. ഏതാണ്? ഷുഡ് ആണ്. ആ ഷുഡ് നമ്മൾ എന്ത് ചെയ്തു? ഷുഡ് നമ്മളെ എടുത്തെഴുതി. കറക്റ്റ് അല്ലേ? ഇനി ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? ഹി ആണ്. ആരാണ്? ഹി ആണ്. ആ ഹി എന്ത് ചെയ്തു? നമ്മൾ ഇവിടെ എടുത്ത് എഴുതി. ഷുഡ് ഹി. ടാഗ് റെഡിയായി. ക്ലിയർ അല്ലേ? അപ്പോ ഈ രണ്ട് റൂളും ക്ലിയർ ആണോ മക്കളെ? നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. നമ്മൾ ഒന്നും കൂടി ഉറപ്പിച്ചു. നമ്മൾ രണ്ട് റൂള് എന്തായിരുന്നു? ആദ്യത്തെ റൂള് യെസ്, സെന്റൻസ് നല്ല പോസിറ്റീവ് ആയിട്ട് വരുമ്പോൾ ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതാണ് ഒന്നാമത്തെ റൂൾ. ഇനി രണ്ടാമത്തെ റൂൾ എന്താ? ഇനി സെന്റൻസ് നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ ടാഗ് എങ്ങനെയാ വരിക? നല്ല പോസിറ്റീവ് ആയിട്ടാണ് വരിക അല്ലെ? അപ്പൊ ആ രണ്ട് റൂളും അതിലെ കാര്യങ്ങൾ മക്കൾക്ക് ക്ലിയർ ആയി ഇല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി റൂൾ നമ്പർ 3 ഉണ്ടടാ. നോക്കിയേ, റൂൾ നമ്പർ 3 എന്താടാ? റൂൾ നമ്പർ 3 നോക്കിയേ, ഇഫ് ദർ ഇസ് നോ ഓക്സിലറി വെർബ് യൂസ് ഡു, ഡസ്, ഡിഡ്. ഇനി സെന്റൻസിൽ നിങ്ങൾക്ക് ഓക്സിലറി വെർബ് തന്നില്ലെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ നേരത്തെ പഠിച്ചു പോയ ഈസ്, ആർ, വാസ് ഒക്കെ ഉണ്ടല്ലോ, അത് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? പരിഹാരമുണ്ട്. നോക്കിയേ, എന്താണ് പരിഹാരം? ഓക്സിലറി വെർബ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഏതിൽ നിന്ന് എടുക്കടാ? ഓക്സിലറി വെർബ് ഏതിൽ നിന്ന് എടുക്കും? യെസ്, നമ്മളെ വെർബിൽ നിന്നും ഓക്സിലറി വെർബ് എടുക്കും. ഏതിൽ നിന്ന് എടുക്കും? വെർബിൽ നിന്ന്. നമ്മളോടാണ് കളിയില്ലേ? നമ്മൾ എന്ത് ചെയ്യും? വെർബിൽ നിന്ന് ഓക്സിലറി വെർബ് എടുക്കും. ഇവിടെ നോക്കിയേ, ഹി പ്ലേസ് ക്രിക്കറ്റ്. എന്താ? ഹി പ്ലേസ് ക്രിക്കറ്റ് ആണല്ലോ. ഇവിടെ ഓക്സിലറി വെർബ് ഡയറക്റ്റ് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടോ? ഇല്ലല്ലേ. ഏതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്? വെർബിന്റെ ഉള്ളിൽ. ഇവിടുത്തെ വെർബ് എന്താണ്? പ്ലേസ്. വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്രിയ അല്ലെ? ഒരു പ്രവൃത്തി. അപ്പൊ ഇവിടുത്തെ വെർബ് എന്താണ്? പ്ലേസ് ആണ്. അപ്പൊ ഇതിന് ഈ പ്ലേസിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഓക്സിലറി വെർബ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു ഡു, ഡസ്, ഡിഡ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ഡു ആണ് ഉപയോഗിക്കുക. അല്ല, ഡു എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? പ്ലേ പ്ലസ് ഡു വരുമ്പോൾ ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? പ്ലേ ഉപയോഗിക്കും. ഇവിടെ എന്താണ് വന്നത്? പ്ലേസ് ആണ് വന്നത്. അപ്പൊ എന്താണ്? ഡസ് ആണ് വരുന്നത്. ഇനി മിസ് ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ച് തരാം. വെർബില് SOES ആരോട് പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. വെർബില് SOES വരില്ലേ? വെർബില് SOES വന്ന ഓക്സിലറി വെർബ് എന്തായിരിക്കും? ഓക്സിലറി വെർബ് ഡസ് ആയിരിക്കും. ആരോടും പറഞ്ഞു കൊടുക്കണ്ട. ഓക്കെ, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എന്താ? വെർബില് SOES വന്നാൽ ഓക്സിലറി വെർബ് എന്തായിരിക്കും? ഓക്സിലറി വെർബ് ഡസ് ആയിരിക്കും. ഇവിടെ എന്താണ് വന്നത്? പ്ലേസ് ആണ് വന്നത്. അപ്പൊ ഓക്സിലറി വെർബ് ഏതായിരിക്കും? ഡസ് ആയിരിക്കും. ഇവിടെ എസ് ഫോം വന്ന കണ്ടില്ലേ? അപ്പൊ ഓക്സിലറി വെർബ് എന്തായിരിക്കും? ഡസ് ആയിരിക്കും. ഇനി പ്ലേഡ് പാസ്റ്റിലാ വന്നെങ്കിലോ? ഡിഡ്. പ്ലേഡ് ED വന്നാൽ അത് ഓർത്ത് വെച്ചോ. ED വന്നാൽ അല്ലെങ്കിൽ ED വന്നാൽ പാസ്റ്റിലാണ് വന്നെങ്കിൽ ഏതായിരിക്കും നമ്മൾ ഉപയോഗിക്കുക? ഡിഡ് ആയിരിക്കും ഉപയോഗിക്കുക. പ്ലേഡ് ED വന്നാൽ കണ്ടോ? അപ്പൊ നമ്മൾ എന്തായിരിക്കും ഉപയോഗിക്കുക? ഡിഡ് ആയിരിക്കും ഉപയോഗിക്കുക. ഇത് ഓർത്ത് വെക്കണേ. കാരണം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി വെർബ് തരണമെന്നില്ല. ഓക്കെ, തന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കും. അത്രേ ഉള്ളൂ.
നോക്കിയേ, ഹി പ്ലേസ് ക്രിക്കറ്റ് എന്നുള്ളത് എന്ത് ചെയ്തു? നമ്മള് പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലേ പ്ലസ് ഡസ് ആണ് എന്ത്? പ്ലേസ്. അപ്പൊ നമ്മൾ ഓക്സിലറി വെർബ് ഏതാണെടാ? യെസ്, കറക്റ്റ് ആണ്, ഡസ് ആണ് അല്ലേ? ഡസ് ആണ്. ഇനി നമ്മള് എന്ത് ചെയ്യണം? എന്ത് ചെയ്തു? ഡസ് ഹി അല്ലേ? ഡസ് ഹി ആണോ വരിക? ഹി പ്ലേസ് ക്രിക്കറ്റ് അല്ലേ? ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡസ് ഹി എന്നാക്കും. മനസ്സിലായോ? ഓക്സിലറി വെർബ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡസ് ഹി എന്നാക്കും. പക്ഷെങ്കിൽ ഇവിടെ നോക്കിയേ, സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? യെസ്, സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ ഡസ് ഹി ശരിയാണോ? ശരിയാണോടാ? അല്ല. അപ്പൊ എന്ത് വരും? ഇവിടെ എന്ത് വരും? ഡസ് ഹി എന്നുള്ളത് എന്താണ്? തെറ്റല്ലേ? യെസ്, ഇവിടെ എന്താണ് വരിക? ഹി പ്ലേസ് ക്രിക്കറ്റ് എന്നുള്ള സെന്റൻസ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ എന്താണ് വരിക? ഇവിടെ എന്താണെടാ വരിക? ഇവിടെ വരിക ഡസിന്റ്. നെഗറ്റീവ് ആക്കണ്ടേ സെന്റൻസ് പോസിറ്റീവ് ആവുമ്പോ? ഡസിൻ എന്താണ് വരിക? ഡസിൻ ഹി എന്നാണ് വരിക. ഇതല്ലേ കറക്റ്റ്? ഡസിൻ ഹി എന്നുള്ളതല്ലേ കറക്റ്റ്? യെസ്, ഡസിൻ ഹി എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? കറക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി അടുത്ത നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തോക്കിയേ. യു വർക്ക് ഹാർഡ്. യു വർക്ക് ഹാർഡ്. ഈ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നോക്കിയേ, സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സെന്റൻസ് പോസിറ്റീവ് ആണ്. ടാഗ് എന്തായിരിക്കണം? ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ റൂൾ നോക്കി. 1, 2 റൂൾ അതിൽ കഴിഞ്ഞു. ഇനി നോക്കേ, ഓക്സിലറി വെർബ് നേരിട്ട് തന്നിട്ടുണ്ടോ? ഇല്ല, ഓക്സിലറി വെർബ് നേരിട്ട് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഏതിൽ നിന്ന് കണ്ടുപിടിക്കടാ? യെസ്, കറക്റ്റ് ആണ്. നമ്മൾ ഏതിൽ നിന്ന് കണ്ടുപിടിക്കും? വെർബിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? വെർബിൽ നിന്ന് നമ്മൾ ഓക്സിലറി വെർബ് കണ്ടുപിടിക്കും. ഒന്ന് കണ്ടുപിടിച്ചേ. വർക്ക് എന്നാണല്ലോ വന്നത്. അപ്പൊ എന്തായിരിക്കും? ഡു ആയിരിക്കും വരിക, ഡിഡ് ആയിരിക്കും വരിക, ഡസ് ആയിരിക്കും വരിക? ഇഡി, വർക്ക്ഡ്, ഇഡി വന്നിട്ടില്ല. അപ്പൊ എന്തായിരിക്കില്ല? ഡിഡ് ആയിരിക്കില്ല അല്ലെ? ഇനി വർക്സ്, SOES വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്തായിരിക്കില്ല? ഡസ് ആയിരിക്കില്ല. ഇനി ഏതാണുള്ളത്? ഡു ആണുള്ളത്. അപ്പൊ എന്ത് വരും? ഡു ആണ് നമ്മളുടെ എന്ത്? ഓക്സിലറി വെർബ്. ഏതാണ് വരിക? ഡു ആണ് നമ്മളുടെ ഓക്സിലറി വെർബ്. ഇനി നമുക്കിത് നെഗറ്റീവ് ആക്കണ്ടേ? ആക്കണോ? യെസ്, ആക്കണം. അപ്പൊ ഡൂവിന്റെ കൂടെ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കും? ഡോണ്ട്. നോട്ട് ചേർത്തിട്ട് നമ്മൾ എന്താക്കും? ഡോണ്ട്. ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? യു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പൊ എന്താവും? ഡോണ്ട് യു എന്നാവും. എന്താവും? ഡോണ്ട് യു എന്നാവും. ഇനി അടുത്ത നോക്കി. അങ്ങനെയാണെങ്കിൽ they visited us. they visited us. ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എന്തായിരിക്കും ടാഗ് എന്നുള്ളത്? ഇത് കറക്റ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞ് ചെയ്ത് നോക്കിയേ. ആണോ? നമ്മൾ ആദ്യത്തെ റൂൾ എന്താ? സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സെന്റൻസ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ ടാഗ് എന്തായിരിക്കണം? ടാഗ് നെഗറ്റീവ് ആണോ? ഇത് ശരിയാണെന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ട്? ഒന്ന് കൈബന്ധിച്ചേ. ഇത് ശരിയാണ്, ഈ ടാഗ് ശരിയാണ്, ഇത് ടാഗ് ആയി എന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ടടാ? ആരും കൈബന്ധിക്കുന്നില്ലേ? അപ്പൊ എല്ലാവർക്കും മനസ്സിലായി. യെസ്, ഇത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണോടാ? അല്ല, ഈ ടാഗ് എന്താണ്? ഈ ടാഗ് തെറ്റാണ്. തെറ്റാണെന്ന് പറയാൻ കാരണം എന്താണ്? ഈ ടാഗ് കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയോ? ഇല്ലല്ലേ. ടാഗ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ കൂടെ എന്ത് കൂടെ വരണം? എന്ത് കൂടെ വരണടാ? സബ്ജക്റ്റ് കൂടെ വരണം. ടാഗിന്റെ കൂടെ, ഇതിന്റെ കൂടെ, ഓക്സിലറി വെർബിന്റെ കൂടെ സബ്ജക്റ്റ് കൂടെ വന്നാൽ മാത്രമേ ടാഗ് എന്ത് ചെയ്യൂ? കംപ്ലീറ്റ് ആകുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ നോക്കിയേ, ഇവിടുത്തെ ഓക്സിലറി വെർബ് ഇവിടെ വിസിറ്റഡ് എന്നാണ് വന്നത് അല്ലേ? എന്ത് വന്നിട്ടുണ്ട്? ഇഡി വന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും? ഡിഡ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ? യെസ്, ഇഡി വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഡിഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്തെടുത്ത് എഴുതി? ഡിഡ് എഴുതി. ഡിഡ്. ഇതിന് നമുക്കിനി നെഗറ്റീവ് ആക്കണ്ടേ? നെഗറ്റീവ് ആക്കണോ? അപ്പൊ എങ്ങനെയാ? ഡിഡിന്റ്. എന്താകും? ഡിഡിന്റ്. അപ്പൊ നമ്മൾ എന്തിനാ മിസ് എവിടെ തെറ്റിട്ടെ? ഇത് ടാഗ് ആയോ? ഇങ്ങനെ എഴുതിയാല് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ടാഗ് ആയോ? ഇല്ല ഇല്ലേ? ഇതിന്റെ കൂടെ എന്ത് കൂടെ ചേർത്ത് കൊടുക്കണം? യെസ്, കറക്റ്റ്, സബ്ജക്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. എന്താവും? ഡിഡിൻ ദേ എന്നാകും. ഡിഡിൻ ദേ എന്നാകും. ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കി. ഷീ ഈറ്റ്സ് ബിരിയാണി. ഷീ ഈറ്റ്സ് ബിരിയാണി. ഷീ ഈറ്റ്സ് ബിരിയാണി. ഇപ്പൊ തന്നെ പലരുടെയും വായിലൂടെ വെള്ളം വരുന്നുണ്ടാവും അല്ലേ? അപ്പൊ നോക്കിയടാ, നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് ബിരിയാണി കഴിക്കാം. ഓക്കെ, ഷീ ഈറ്റ്സ് ബിരിയാണി എന്നുള്ളത് നോക്കിയേ. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഡയറക്റ്റ് തന്നിട്ടുണ്ടോ? ഓക്സിലറി വെർബ് ഡയറക്റ്റ് തന്നിട്ടില്ല. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ?
പറഞ്ഞേ, സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സെന്റൻസ് പോസിറ്റീവ് ആണ്. യെസ്, അപ്പൊ ടാഗ് എന്തായിരിക്കണം? സെന്റൻസ് പോസിറ്റീവ് ആയിട്ട് വരുമ്പോ ടാഗ് എങ്ങനെയാണ് വരിക? നെഗറ്റീവ് അടിച്ചിട്ടല്ലേ വരിക? യെസ്, അപ്പൊ ഇവിടെ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? വെർബിന്റെ കൂടെ എസ് വന്നിട്ടുണ്ട്. വെർബിന്റെ കൂടെ എസ് വന്നിട്ടുണ്ട്. അപ്പം ഓക്സിലറി വെർബ് ഏതായിരിക്കും? യെസ്, ഏതായിരിക്കും? ഡസ് ആയിരിക്കും. ഓക്സിലറി വെർബ് ഡസ് ആയിരിക്കും. ഇതിന്റെ കൂടെ എന്ത് കൂടെ ചേർത്ത് കൊടുക്കണം? നോട്ട് കൂടെ ചേർത്ത് കൊടുത്താലേ അത് നെഗറ്റീവ് ആവുള്ളൂ അല്ലേ? അപ്പൊ ഡസിൻ, ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? ഷീ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു? ഡസിൻ ഷീ എന്നാക്കി കൊടുത്തു. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കി, they ate chicken. they ate chicken. മിസ്സിന് ഈ ചിക്കനും ബിരിയാണി എല്ലാം വായിൽ വെള്ളം വരുന്നുണ്ട് അല്ലേ? ഓക്കെ, നോക്കിയേ. അപ്പൊ they ate chicken ആണല്ലോ. ഇവിടെ നോക്കിയേ, ഇവിടെ ഓക്സിലറി വെർബ് ഡയറക്റ്റ് തന്നിട്ടില്ല. സെന്റൻസ് പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നോക്കി, എങ്ങനെ നിങ്ങൾ വെർബിൽ നിന്ന് കണ്ടുപിടിക്കും? യെസ്, കറക്റ്റ് ആണ്. എന്താണ്? ഈറ്റിന്റെ പാസ്റ്റ് ആണ് എന്ത്? ഈറ്റിന്റെ പാസ്റ്റ് ആണ് എന്ത്? എയ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വരിക? ഡു ആണോ വരിക? അല്ല. ഡസ് ആണോ വരിക? അല്ല. എന്താണ് വരിക? ഡിഡ് ആണ് വരിക. എന്താണ് വരിക? ഡിഡ് ആണ് വരിക. ഡിഡിനെ നമ്മൾ നെഗറ്റീവ് ആക്കി എന്താക്കി? ഡിഡിന്റ് ആക്കി. ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? സബ്ജക്റ്റ് ദേ ആണ്. ഡിഡിൻ ദേ. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. വളരെ വളരെ സിമ്പിൾ ആണോ? യെസ്, വളരെ വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് മൊത്തമായിട്ട് നമ്മൾ പഠിച്ചെടുത്തു. ഈ 3 റൂള് മാത്രം മക്കളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഏതൊക്കെയായിരുന്നു നമ്മളെ 3 റൂള്? റൂൾ നമ്പർ 1, സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എങ്ങനെയാണ് വരിക? ടാഗ് നെഗറ്റീവ് ആയിട്ടാണ് വരിക. റൂൾ നമ്പർ 2 എന്തായിരുന്നു? ഇനി സെന്റൻസ് നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ ടാഗ് എങ്ങനെയാ വരിക? ടാഗ് നല്ല പോസിറ്റീവ് ആയിട്ടാണ് വരിക. ഇനി സെന്റൻസിലെ ഓക്സിലറി വെർബ് ഡയറക്റ്റ് തന്നിട്ടില്ലെങ്കിൽ റൂൾ നമ്പർ 3 ഓർമ്മയില്ലേ? യെസ്, സെന്റൻസിൽ ഓക്സിലറി വെർബ് ഡയറക്റ്റ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഏതിൽ നിന്നാണ് എടുക്കുക? വെർബിൽ നിന്നാണ് ഓക്സിലറി വെർബ് എടുക്കുക. ഡു, ഡസ്, ഡിഡ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അതിൽ നമ്മൾ ഷോർട്ട് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? എസ്ഒ ഇഎസ്ഒ വന്നാൽ നമ്മൾ ഏത് ഓക്സിലറി വെർബ് ആണ് ഉപയോഗിക്കുക? യെസ്, ഡസ് ആണ് ഉപയോഗിക്കുക. ഇനി ഇഡിയോ ഡിയോ വന്നാൽ എന്താണ് ഉപയോഗിക്കുക? ഡിഡ് ആണ് ഉപയോഗിക്കുക. പാസ്റ്റ് ആണെങ്കിൽ ഏതാണ് ഉപയോഗിക്കുക? ഡിഡ് ആണ് ഉപയോഗിക്കുക. ഇതൊക്കെ മക്കൾക്ക് ഓർമ്മ വേണം. ഇത് എക്സാമിന് നമുക്ക് എന്ത് ചെയ്യും? ചോദിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ പറഞ്ഞല്ലേ? ഒരു സെന്റൻസ് പകുതിക്കൽ വെച്ച് നിർത്തി, ഈ കോമയ്ക്ക് വലിയ വിലയുണ്ട്. ഒരു സെന്റൻസ് പകുതിക്കൽ വെച്ച് നിർത്തി കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാൽ എന്താണ്? അത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. മക്കൾക്ക് കോൺവെർസേഷൻ കംപ്ലീഷൻ വരത്തില്ലേ? അതിൽ ആദ്യത്തേത് അധികം ക്വസ്റ്റ്യൻ ടാഗ് ആവാനാണ് ചാൻസ് ഉണ്ടാവല്. അപ്പൊ അത് നോക്കണം, ക്വസ്റ്റ്യൻ ടാഗ് തന്നെയാണോ? സെന്റൻസ് പകുതിക്കൽ വെച്ച് നിർത്തിയിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യണം? മക്കളെ ഉറപ്പിക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? യെസ്, ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് സെറ്റ് ആണ്. നമ്മൾ പവർ ആയിട്ട് പഠിച്ചെടുത്തു. ഒരു ഡൗട്ടും ഇല്ല. എല്ലാം നല്ല നല്ല ക്ലിയർ ആണ് നമുക്കില്ലേ? ഓരോ റൂൾ നമ്പർ ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ നമ്മൾ റൂള് 3 അങ്ങ് ഓർക്കുക. ഓരോന്ന് വെച്ചങ്ങ് ചെയ്യുക. ക്ലിയർ ആണ്. ഇനി ഇതിൽ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. നമുക്ക് എന്താ ഈസി ആയിട്ട് നമ്മൾ എന്ത് ക്ലിയർ ആക്കി? ഈസി ആയിട്ട് എന്ത് ക്ലിയർ ആക്കിയാടാ? ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ എന്ത് ചെയ്തു? ക്ലിയർ ആക്കി. ക്വസ്റ്റ്യൻ ടാഗ് അപ്പൊ ഗ്രാമറിലെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചെടുത്തില്ലടാ? എടുത്തില്ലേ? കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞേ. യെസ്, കേട്ട് പഠിച്ചെടുത്തു അല്ലേ? യെസ്, കറക്റ്റ് ആണ്. അപ്പൊ ഇനി നമുക്ക് വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് മക്കളെ. എന്ത്? ഇത് പറയാൻ പാടുന്നു എടാ. ഇനി നെഗറ്റീവ് വേർഡ്സ് ഇനി ഏതൊക്കെ വന്നാലാണ് നെഗറ്റീവ്? ഇപ്പൊ നോയോ നോട്ടോ തന്നെ വരണമെന്നില്ലല്ലോ. നോയോ നോട്ടോ തന്നെ സെന്റൻസ് നെഗറ്റീവ്. സെന്റൻസിലെ ഈ വേർഡ്സ് ഏതെങ്കിലും കണ്ടാൽ സെന്റൻസിലെ ഇപ്പൊ ഫ്യൂ, ലിറ്റിൽ, നത്തിങ്, നോ വൺ, നോബഡി, ഹാർഡ്ലി, റെയർലി, നെവർ, നെയ്തർ, നോ, ഈ സെന്റൻസിൽ ഈ വേർഡ്സ് ഏതെങ്കിലും വന്നാൽ സെന്റൻസ് എന്താണ്? സെന്റൻസ് നെഗറ്റീവ് ആണ്. എപ്പോഴും നോയും നോട്ടും തന്നെ വരണമെന്നില്ല. നോയും നോട്ടും തന്നെ വരണമെന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നാലും സെന്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ മക്കളെ ശ്രദ്ധിക്കണം. ഫ്യൂ അല്ലെങ്കിൽ ലിറ്റിൽ, നത്തിങ്, നോ വൺ, നോബഡി, ഹാർഡ്ലി, റെയർലി, നെവർ, നെയ്തർ, നോ, ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് വന്നാലും സെന്റൻസ് എന്തായിരിക്കും? സെന്റൻസ് നെഗറ്റീവ് ആയിരിക്കും. ഇതൊക്കെ എന്താണ്? നെഗറ്റീവ് വേർഡ്സ് ആണ്. മക്കളെ ഈ വേർഡ്സുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. എപ്പോഴും നോയും നോട്ടും തന്നെ വരണമെന്നില്ല. ക്ലിയർ ആണോ? അപ്പൊ ഈ വേർഡ്സ് ഒക്കെ മക്കൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. ഇതിൽ ഇനി ഒരു ടെൻഷനും നമുക്കില്ലല്ലോ. ഗ്രാമറിലെ ക്വസ്റ്റ്യൻ ടാഗിൽ നമുക്ക് ഇനി ഒരു ടെൻഷനില്ല. നമ്മള് എന്താ വെള്ളം പോലെ എന്ത് എഴുതും? ക്വസ്റ്റ്യൻ ടാഗ് എഴുതും. ക്ലിയർ അല്ലേ മക്കളെ?
ഈ നെഗറ്റീവ് വേർഡ്സ് മക്കൾ എന്ത് ചെയ്യണം? മക്കളെ ഓർത്ത് വെക്കണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? യെസ്, ക്ലിയർ ആണ് അല്ലേ? ഇനി നമുക്ക് വേറൊരു ടോപ്പിക് പഠിക്കാനുണ്ട്. ഏതാണെടാ? ഫ്രേസൽ വേർബ്. ഏതാണ്? ഫ്രേസൽ വേർബ്. അപ്പോ മക്കളെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് കംപ്ലീറ്റ് ചെയ്തു. ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ പഠിച്ച് സെറ്റ് ആക്കി വെച്ചു. ഇനി SSLC ഇംഗ്ലീഷ് എക്സാമിലെ ഗ്രാമറിൽ വരുന്ന ഷുവർ ആയിട്ട് വരുന്ന ഒരു ഡൗട്ടും ഇല്ല, എന്തായാലും വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്? ഫ്രേസൽ വേർബ്. നമുക്ക് 4 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് എന്ത്? ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത്. എന്തായാലും ഫ്രേസൽ വേർബ് ഇല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ വരൂലടാ. അപ്പൊ എന്തായാലും വരുന്നതാണ് എന്ത്? ഫ്രേസൽ വേർബ്. പക്ഷെങ്കിലേ ഇംഗ്ലീഷിൽ 5000 ഫ്രേസൽ വേർബ് ഉണ്ടടാ. ഒരു 5000-ലധികം ഫ്രേസൽ വേർബ് ഉണ്ട്. അപ്പൊ ഈ 5000 ഫ്രേസൽ വേർബ് പഠിക്കാൻ പറ്റുമോ മിസ്സേ? അത്രയൊന്നും പഠിക്കാം. നമുക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ഫ്രേസൽ വേർബ് നമുക്ക് പഠിച്ചൂടെ? വരാൻ സാധ്യതയുള്ള കുറച്ച് ഫ്രേസൽ വേർബ്. യെസ്, അപ്പൊ വരാൻ സാധ്യതയുള്ള നമുക്ക് കുറച്ച് ഫ്രേസൽ വേർബ് നോക്കിയാലോ? അപ്പൊ എന്താണെടാ ഈ ഫ്രേസൽ വേർബ് എന്ന് പറഞ്ഞാല്? എന്താണ് ഫ്രേസൽ വേർബ് എന്ന് പറഞ്ഞാല്? ഒന്ന് പറഞ്ഞേ, ആർക്കെങ്കിലും അറിയോ എന്താണ് ഈ ഫ്രേസൽ വേർബ് എന്ന് പറഞ്ഞാല്? അറിയോ? യെസ്, ഫ്രേസൽ വേർബ് എന്ന് പറഞ്ഞാൽ വെർബിന്റെയും പിന്നെയോ പ്രിപ്പോസിഷന്റെയും കോർഡിനേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? എന്തെന്ന് പറയുന്നത്? ഫ്രേസൽ വേർബും പ്രിപ്പോസിഷനും കൂടി ചേർന്നിട്ടാണ് എന്തെന്ന് പറയുന്നത്? ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്ന് നമുക്ക് മീനിങ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ഗസ് ചെയ്തെടുക്കാനൊന്നും ആവൂല. പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പുട്ട് എന്ന് പറഞ്ഞാൽ എടുക്കുക. ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തെടുക്കുക എന്നാണോ? അല്ല. അതുകൊണ്ട് അത് രണ്ടും കൂടി ചേർന്ന് എന്ത് ചെയ്യരുത് മക്കൾ? എന്ത് ചെയ്യാൻ പാടില്ല? കണക്ട് ചെയ്ത് ഗസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പൊ ഫ്രേസൽ വേർബ് വന്നാൽ എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? മറ്റേ എഡിറ്റിംഗ് ഒക്കെ നമ്മള് എ വലിയ രസമല്ല, എന്നാലും ഒപ്പിക്കാം, ഇതിനോട് ചേരുന്നുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ എഡിറ്റിംഗ് എഴുതാറില്ലേ? അതുപോലെ എന്ത് ചെയ്യാൻ പറ്റൂലടാ? ഫ്രേസൽ വേർബ് എഴുതാൻ വേണ്ടി പറ്റത്തില്ല. ഫ്രേസൽ വേർബ് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ഫ്രേസൽ വേർബ് ചെയ്യണമെങ്കിൽ ഫ്രേസൽ വേർബ് പഠിച്ചിരിക്കണം. വരാൻ സാധ്യതയുള്ള ഫ്രേസൽ വേർബ് ഒക്കെ മക്കൾ എന്ത് ചെയ്യണം? മക്കളെ പഠിച്ചിരിക്കണം. അപ്പൊ നോക്കിയേ, നമ്മുടെ ഫസ്റ്റ് ഫ്രേസൽ വേർബ് ആണ് എന്ത്? പുട്ട് ഔട്ട്. എന്താണ്? പുട്ട് ഔട്ട്. എന്താടാ പുട്ട് ഔട്ടിന്റെ മീനിങ്? യെസ്, എന്താണെടാ ഇത്? എക്സ്റ്റിങ്ക്യൂഷ്. എന്താണ്? എക്സ്റ്റിങ്ക്യൂഷ്. എടാ, നിങ്ങൾ എക്സ്റ്റിങ്ക്യൂഷർ കണ്ടിട്ടില്ലേ? നമ്മളെ ഈ എല്ലാ സ്കൂളിലും ഹോസ്പിറ്റലിലൊക്കെ കാണുന്ന ഒരു റെഡ് സിലിണ്ടർ നമ്മൾ തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനം, അതുപോലത്തെ എക്സ്റ്റിങ്ക്യൂഷ്. അപ്പൊ എക്സ്റ്റിങ്ക്യൂഷിന്റെ അർത്ഥം എന്താണ്? എക്സ്റ്റിങ്ക്യൂഷിന്റെ അർത്ഥം അണയ്ക്കുക എന്നാണ്. എന്താണ്? അണയ്ക്കുക. മലയാളം കൂടി ഓർത്ത് വെച്ചാല് എക്സാമിന് ഓർക്കാൻ സുഖമായിരിക്കേ. എന്താണ്? അണയ്ക്കുക എന്നാണ്. പുട്ട് ഔട്ടിന്റെ മീനിങ് എക്സ്റ്റിങ്ക്യൂഷ്. എക്സ്റ്റിങ്ക്യൂഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണയ്ക്കുക എന്നാണ്. നോക്കിയേ, എക്സാമ്പിൾ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ? The fire force put out the fire. The fire force put out the fire. ഫയർ ഫോഴ്സ് എന്ത് ചെയ്തു? തീ അണച്ചു. അപ്പൊ പുട്ട് ഔട്ട് നമ്മൾ പഠിച്ചു. എന്താടാ പുട്ട് ഔട്ട്? പറഞ്ഞേ, എന്താണ് പുട്ട് ഔട്ട്? യെസ്, എക്സ്റ്റിങ്ക്യൂഷ് ആണ് എന്ത് എന്ന് പറയുന്നത്? പുട്ട് ഔട്ട് എന്ന് പറയുന്നത്. എക്സ്റ്റിങ്ക്യൂഷിന്റെ മീനിങ് എന്താണ്? പുട്ട് ഔട്ട് എന്നാണ്. ക്ലിയർ ആണോ? യെസ്. അടുത്ത ഫ്രേസൽ വേർബ് നോക്കിയേ, ടേൺ ഡൗൺ. എന്താണ് ഫ്രേസൽ വേർബ്? ടേൺ ഡൗൺ. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ റിജക്റ്റ്, നിരസിക്കുക. എന്താണ്? ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ റിജക്റ്റ് ചെയ്യുക. നോക്കിയേ, ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മൈ ടീച്ചർ ടേൺ ഡൗൺ മൈ അസൈൻമെന്റ്. മൈ ടീച്ചർ ടേൺ ഡൗൺ മൈ അസൈൻമെന്റ്. ടീച്ചർ എന്ത് ചെയ്തു? എന്റെ അസൈൻമെന്റ് റിജക്റ്റ് ചെയ്തു കളഞ്ഞു. അപ്പൊ നോക്കിയേ, അപ്പൊ ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ റിജക്റ്റ് എന്നാണ് മീനിങ്. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാല് റിജക്റ്റ് എന്നാണ് മീനിങ്. ലുക്ക് ആഫ്റ്റർ. നെക്സ്റ്റ് നോക്കിയേ, ലുക്ക് ആഫ്റ്റർ. എന്താണ് ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാല്? യെസ്, ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ആണ്. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാല് ടേക്ക് കെയർ ആണ്. എക്സാമ്പിൾ നോക്കിയേ, മൈ ഫ്രണ്ട് ലുക്ക് ആഫ്റ്റർ ഹിസ് പാരന്റ്സ്. എന്റെ ഫ്രണ്ട് എന്റെ പാരന്റ്സിനെ എന്ത് ചെയ്തു? കെയർ ചെയ്തു. മറ്റേ ടേക്ക് കെയർ, ലുക്ക് ആഫ്റ്റർ മാറിപ്പോവരുത്. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടേക്ക് കെയർ ആണ്. കെയർ ചെയ്യുക, നമ്മൾ സംരക്ഷിക്കുക, ശുശ്രൂഷിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അതാണ്. അപ്പൊ മൈ ഫ്രണ്ട് ലുക്ക് ആഫ്റ്റർ ഹിസ് പാരന്റ്സ്. അടുത്ത നോക്കിയ മക്കളെ, കോൾ ഓഫ്. കോൾ ഓഫ്. എന്താണ് കോൾ ഓഫ്? ക്യാൻസൽ അല്ല മക്കളെ, ക്യാൻസൽ ആണ്. ഇവിടെ 6 ആയിപ്പോയതാണ് കേട്ടോ. അപ്പൊ കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻസൽ ചെയ്യുക. എന്താണ്? ഐ കോൾ ഓഫ് മൈ ട്രിപ്പ്. ഞാൻ എൻ്റെ ട്രിപ്പ് എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. ഞാൻ എൻ്റെ ട്രിപ്പ് എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. അപ്പൊ കോൾ ഓഫിന്റെ മീനിങ് എന്താണ്? യെസ്, എന്താണ് പറഞ്ഞടാ? യെസ്, എന്താണ്? ക്യാൻസൽ എന്നാണ് കോൾ ഓഫിന്റെ മീനിങ്. അപ്പൊ ഈ 4 ഫ്രേസൽ വെർബ് ഓർമ്മയുണ്ടാവൂലേ? പുട്ട് ഔട്ട്, ടേൺ ഡൗൺ,
ലുക്ക് ആഫ്റ്റർ, കോൾ ഓഫ്. ഈ 4 ഓർമ്മ ഉണ്ടാവോ? യെസ്, ഓർമ്മ ഉണ്ടാവും അല്ലേ? ഇനി അടുത്ത നോക്കിയേ, പുട്ട് അപ്പ് വിത്ത്. എന്താണ് പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാല്? യെസ്, ടോളറേറ്റ്. എന്താണ് പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാല്? ടോളറേറ്റ്. എന്താണ് ടോളറേറ്റ് എന്ന് പറഞ്ഞാല്? സഹിക്കുക. എന്താണ്? സഹിക്കുക. ഇവിടെ നോക്കിയാൽ നിങ്ങളുടെ മിസ് എപ്പോ നിങ്ങളോട് പറയുന്നേ, ഐ കാൺ പുട്ട് അപ്പ് വിത്ത് ദിസ് നോയ്സ്. എനിക്ക് ഈ നോയ്സ്, ഈ ശബ്ദം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ടോളറേറ്റ് എന്നാണ്, സഹിക്കുക. എന്താണ്? സഹിക്കുക എന്നാണ്. സഹിക്കുക, സഹിക്കുക എന്നാണ് എന്തിന്റെ മീനിങ്? എന്തിന്റെ മീനിങ്? ടോളറേറ്റിന്റെ മീനിങ്. പുട്ട് അപ്പ് വിത്ത് ഓർത്ത് വെച്ചോളണേ. ഇത് ഞാനൊരു സ്റ്റാർ ഇട്ടു, ഇത് നിങ്ങളൊരു സ്റ്റാർ ആക്കി. ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഫ്രേസൽ വെർബ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, പുട്ട് ഓൺ. എന്താണ് പുട്ട് ഓൺ എന്ന് പറഞ്ഞാല്? പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, പുട്ട് ഓൺ എന്ന് പറഞ്ഞാല് വെയർ എന്നാണ്. യെസ്, കറക്റ്റ് ആണ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വെയർ, ധരിക്കുക. എന്താണ് പുട്ട് ഓൺ എന്ന് പറഞ്ഞാല്? വെയർ ആണ്, ധരിക്കുക. എന്താണ് മക്കളെ? ധരിക്കുക. ഐ പുട്ട് ഓൺ മൈ ജാക്കറ്റ്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്റെ ജാക്കറ്റ് ധരിച്ചു. അപ്പോ ഐ പുട്ട് ഓൺ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ധരിക്കുക എന്നാണ്. ഇനി പുട്ട് ഫോർവേഡ്, മാറിപ്പോവരുതേ. പുട്ട് ഓൺ എന്താണ്? ധരിക്കുക. പുട്ട് ഫോർവേഡ് എന്താണ്? പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാല് യെസ്, ടു സജസ്റ്റ് എന്നാണ്. പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സജസ്റ്റ് എന്നാണ്. എന്താണ്? ഐ പുട്ട് ഫോർവേഡ് ആൻ ഐഡിയ. ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു ഐഡിയ നിർദ്ദേശിച്ചു, സജസ്റ്റ് ചെയ്തു. പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാല് ടു സജസ്റ്റ് എന്നാണ്. മാറിപ്പോവരുതേ. പുട്ട് ഫോർവേഡ്, പുട്ട് ഫോർവേഡ് എന്താണ്? ടു സജസ്റ്റ്. എന്താണ്? സജസ്റ്റ് ചെയ്യാൻ, നിർദ്ദേശിക്കാം. ഇനി അടുത്ത് നോക്കിയേ, പുട്ട് അക്രോസ്. എന്താണ് പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാല്? പുട്ട് അക്രോസ് ടു കമ്മ്യൂണിക്കേറ്റ്. എന്താണ് പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാല്? ടു കമ്മ്യൂണിക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഐ പുട്ട് അക്രോസ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി എന്ത് ചെയ്തു? കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പുട്ട് അക്രോസ് എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ ഇത് 3 മക്കളോട് ഈ പുട്ട് വെച്ച് തരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യരുത്? തിന്നുന്ന പുട്ടല്ല, ഈ പുട്ട്. അപ്പൊ ഈ പുട്ട് തരുന്ന കാര്യങ്ങൾ മക്കളോട് എന്ത് ചെയ്യരുത്? മറന്നു പോവരുത്. ഓക്കെ, പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ആണ്, സഹിക്കുക. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുകയാണ്. പുട്ട് ഫോർവേഡ്, പുട്ട് ഫോർവേഡ് എന്താണ്? സജസ്റ്റ്, ടു സജസ്റ്റ്, സജസ്റ്റ് ചെയ്യുക എന്നാണ്. പിന്നെയോ പുട്ട് അക്രോസ്. പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? ടു കമ്മ്യൂണിക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാണ്. മക്കൾ ഇത് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന ഫ്രേസൽ വെർബുകളാണ് ഇതൊക്കെ. പിന്നെ നോക്കിയേ, ടേൺ ഓൺ. ആ ലൈറ്റഡ് എന്ന് നിങ്ങൾ എങ്ങനെയാ ഇംഗ്ലീഷ് പറയാം? ലൈറ്റഡ്, ലൈറ്റഡ് എന്ന് എങ്ങനെയാണ് പറയാം? യെസ്, ടേൺ ഓൺ ദി ലൈറ്റ് എന്ന് പറയാം അല്ലേ? അപ്പൊ ടേൺ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ടു സ്റ്റാർട്ട് സംതിങ്. ഒരു സാധനം, ഒരു മെഷീൻ, അങ്ങനെയുള്ള യന്ത്രങ്ങളൊക്കെ തുടങ്ങുന്ന അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? ടു സ്റ്റാർട്ട് സംതിങ്. ടേൺ ഓൺ ദി ലൈറ്റ്, ലൈറ്റഡ് എന്നൊക്കെ പറയില്ലേ? ഒരു അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ടേൺ ഓൺ. ടു സ്റ്റാർട്ട് സംതിങ്. ടേൺ ഓഫ് എന്താ? ടേൺ ഓഫ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റോപ്പ് സംതിങ്. ടേൺ ഓഫ് ദി ലൈറ്റ്, ആ ലൈറ്റ് ഓഫ് ചെയ്യും. ഓക്കെ, ടു സ്റ്റോപ്പ് സംതിങ്, ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ടേൺ ഓഫ് എന്ന് പറയാ. ടേൺ ഓഫ് ദി ലൈറ്റ്. അപ്പൊ മക്കളെ നേരത്തെ പറഞ്ഞ ഫ്രേസൽ വെർബ് ഒന്നും മറന്നു പോകരുത്. പുട്ട് അപ്പ് വിത്ത്, പുട്ട് ഓൺ, പുട്ട് ഫോർവേഡ്, പുട്ട് അക്രോസ്, പുട്ട് ഔട്ട്, ടേൺ ഡൗൺ, ലുക്ക് ആഫ്റ്റർ, കോൾ ഓഫ്. ഇത്രയും, അതായത് ഇത്രയും ഫ്രേസൽ വെർബ് മക്കൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഇനിയും ഒരുപാട് ഫ്രേസൽ വെർബ് ഉണ്ട്, നമുക്ക് ഒരുപാട് ഇനിയും ചെയ്യാം. അപ്പൊ ഇത്രയും ഫ്രേസൽ വെർബ് മക്കൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ഫ്രേസൽ വെർബാണ് മിസ് ഇതില് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊരിക്കലും എന്ത് ചെയ്യരുത്? മറന്നു പോവരുത്, മിസ്സാക്കി പോവരുത്. അപ്പൊ ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഗ്രാമർ പോർഷനിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തില്ലേ? ഏതൊക്കെ ഡിസ്കസ് ചെയ്തു? ക്വസ്റ്റ്യൻ ടാഗ് ഡിസ്കസ് ചെയ്തു. സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് പഠിച്ചെടുത്തു? ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചെടുത്തു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഫ്രേസൽ വെർബ്. 10 ഫ്രേസൽ വെർബ് നമ്മൾ നോക്കി. ആ 10 ഫ്രേസൽ വെർബും ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന എന്താണ്? ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന ഫ്രേസൽ വെർബുകളാണ്. അപ്പൊ ക്ലിയർ ആയില്ലേ? ഇപ്പൊ ക്വസ്റ്റ്യൻ ടാഗും ഫ്രേസൽ വെർബും മക്കളെ നോക്കിയിട്ട് പോകണം. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ മക്കൾ ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കുക, അടിച്ചു പൊളിക്കുക. എല്ലാവരും എക്സാം ഒക്കെ നന്നായിട്ട് എഴുതുക. ഗ്രാമറിൽ വരുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ക്വസ്റ്റ്യൻ ടാഗ് വരും, ഫ്രേസൽ വെർബ് ഒക്കെ എന്ത് വരും? ഫ്രേസൽ വെർബ് ഒക്കെ എക്സാമിന് വരും. അപ്പൊ മാക്സിമം ഫ്രേസൽ വെർബ് കളക്ട് ചെയ്യുക. ഇങ്ങനെ ഈ ഫ്രേസൽ വെർബ് ഒക്കെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. കാരണം കൂടുതലായിട്ടും റിപ്പീറ്റ് ആയിട്ട് ആവർത്തിച്ച് വരുന്ന ഫ്രേസൽ വെർബുകളൊക്കെ തന്നെയാണ് ഇത്.
അപ്പൊ മക്കൾ എന്ത് ചെയ്യാൻ നല്ല ഉഷാറായിട്ട് എക്സാം എഴുതണം, നല്ല അടിപൊളിയായിട്ട് നമ്മൾ എല്ലാ ചാപ്റ്ററും എന്ത് ചെയ്തു റിവൈസ് ചെയ്തു, ക്വിക്കായിട്ട് നമ്മളൊന്ന് ഓടിച്ചു പോയി എല്ലാം എന്ത് ചെയ്തു, നമ്മളെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലൊക്കെ മക്കൾ എന്ത് ചെയ്യുക എക്സാം എഴുതുക, നല്ല നല്ല അടിച്ച് പൊളിച്ച് എന്ത് ചെയ്യുക, അടിച്ച് പൊളിച്ച് എക്സാം ചെയ്ത് എല്ലാവരും എന്ത് ചെയ്യുക A+ ഉറപ്പിക്കുക. നിങ്ങളുടെ ഹാർഡ് വർക്ക് എന്ത് ചെയ്യുക അവിടെ പേ ഓഫ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.